അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ വേഗത്തിൽ അറിയിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. ആമേൻ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ദക്ഷിണ മേഖലയുടെ അതേ സമ്മേളനത്തിന്റെ 2-ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ദക്ഷിണ മേഖലയിൽ ഒരു വലിയ ഉണർവ് ദൈവം അയച്ചു കഴിഞ്ഞതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഉണർവിന്റെ തിരു സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തെ ദൈവം കൃപ ചെയ്യണമേ. പട്ടണത്തിന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി, ഈ കൺവെൻഷന് വിരോധമായി ഈ പട്ടണത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ ദുരാത്മാവിന്റെ അടിവേറുകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുകയാണ്. ദൈവം അത് ചെയ്തതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മെ വിടുവിപ്പാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. മാറത്ത് പഞ്ചങ്കോൽ കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമായ കാലുകളോടുകൂടെ, അഗ്നി ജ്വാലയ്ക്കത്ത കണ്ണുകളോടുകൂടെ, തേജസ്സുവാരി അണിഞ്ഞവനായി, 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ഭരിച്ചുകൊണ്ട് 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് അരുമനാഥനായിരിക്കുന്ന യേശു ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രിയിൽ ചിലരെ ദൈവം തൊടാൻ പോകുകയാണ്. ഈ സന്ധ്യ ചിലർക്ക് വിടുതലായി മാറാൻ പോകുകയാണ്. ഈ സന്ധ്യ ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയാൻ പോകുകയാണ്. ഈ സന്ധ്യ ദക്ഷിണ മേഖലയുടെ അടുത്ത ഒരു ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് പിശാച് നിനക്കെതിരെ ഇരുട്ടും കോളുകളുമായി ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്നു എങ്കിൽ ആ വെല്ലുവിളിയുടെ ശക്തിയെ ഇന്ന് രാത്രി അടിച്ച് അമർത്തേണ്ടതിന് കരുത്തുള്ള കർത്താവ് ഈ രാത്രി ഇതിനകത്ത് ചലിക്കുന്നത് ആത്മനിറവ് പ്രാപിച്ച, കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി മിണ്ടാതിരിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ യോഗങ്ങളിൽ നമ്മൾ കൃപകൾ പ്രാപിപ്പാൻ പോകുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ പ്രസംഗിച്ച അനുഗ്രഹീതനായ ദൈവദാസൻ പറഞ്ഞതുപോലെ അതെ, നമ്മൾ ചിലത് തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. കൈവിട്ടുപോയ പ്രാർത്ഥനകൾ, കൈവിട്ടുപോയ വിശുദ്ധി, കൈവിട്ടുപോയ വേർപാടുകൾ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു മഹാസമ്മേളനമായി ഈ ദക്ഷിണ മേഖലയുടെ കൺവെൻഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയാം ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. പിശാചു പറയും നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. പിശാചു പറയും നീ കരകയറത്തില്ല. പിശാചു പറയും നിന്റെ കുടുംബം മുടിഞ്ഞു പോകും. പിശാചു പറയും ഒരിക്കലും നിന്റെ ശുശ്രൂഷ മുന്നോട്ട് വരാൻ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കൊലവിളി ഉയർത്തി നിൽക്കുന്ന ഈ തുട്ടിന്റെ കുഴിമാടത്തിന്റെ അടിവേര് ഈ രാത്രി വെളിപ്പെട്ട് നിൽക്കുന്ന ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യത്തിൽ, പ്രാർത്ഥനയുടെ അത്തരത്തിൽ നിന്ന് അകത്തളങ്ങളിൽ പൊങ്ങുന്ന സ്തുതിനാമ കീർത്തനത്തിന്റെ മുന്നിൽ ഇന്ന് രാത്രിയിൽ നീ അടച്ചുറപ്പാക്കി വന്ന നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇറങ്ങിച്ചെല്ലുമെന്ന് ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന
എത്ര പേരുണ്ട് ഇന്ന് ഇന്നത്തെ സന്ധ്യ യേശു തന്റെ വിടുതൽ നിന്റെ കുടുംബത്തിലേക്ക് അയക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. എന്താ ഈ സന്ധ്യയുടെ പ്രത്യേകത? എന്നും സന്ധ്യയാകുന്നുണ്ട്, നാളെയും സന്ധ്യയാകും, എല്ലാ ദിവസവും സന്ധ്യയാകും. നേരം വെളുക്കും, പിന്നെ സന്ധ്യയാകും, പിന്നെയും നേരം വെളുക്കും. പക്ഷേ ആമേൻ, മാർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു, അവിടുത്തെ ഒരു സന്ധ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കുറിച്ചു വെച്ചോ, നിങ്ങളുടെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിടുന്ന ഓരോ മീറ്റിങ്ങുകളായിരിക്കും പകലും രാത്രിയും ഈ പന്തലിൽ നടക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നിങ്ങൾക്ക് പറയുവാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏടുകളിൽ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് പറയുവാൻ കഴിയും, 2025 ദക്ഷിണ മേഖലയുടെ ഒക്ടോബർ മാസം നടന്ന കൺവെൻഷൻ ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിരുന്നു. ഓരോ സന്ധ്യയും ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വിടുതലുകൾ അയച്ചു കൊണ്ടിരുന്നു. ഓരോ സന്ധ്യകളും ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ ഇറക്കുവാൻ, പുതിയ അഭിഷേകം പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്തു എന്ന് പറയത്തക്കതായ നിലകളിലുള്ള അഭിഷേകത്തിന്റെ ചലനം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് അയച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട ആധികാരികമായ വിടുതലിന്റെ അധ്യായമാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുന്നത്, 4-ാം അധ്യായം എന്ന് പറയുന്നതും 5-ാം അധ്യായം എന്ന് പറയുന്നതും വളരെ ആധികാരികമായ അധ്യായങ്ങളാണ്. 5-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കാണാൻ കഴിയുന്നു. ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യന് ദൈവം പിടിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നു. മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് 12 വർഷമായി ഒട്ടി ശരീരത്തിൽ കിടന്ന് രക്തം കുടിച്ച ഇരുട്ടിന്റെ ശക്തിയെ യേശു വെട്ടിമാറ്റി 12 വർഷമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ യേശു പിടിപ്പിക്കുന്ന ഭാഗം നമുക്കവിടെ കാണാൻ കഴിയുന്നു. അടുത്തതായി കാണാൻ കഴിയുന്നത് തബീതാ ഖൂമി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യായിറോസിന്റെ മകളെ കൊന്നു കുടിച്ചു മൂടാൻ വെല്ലുവിളിച്ച ഇരുട്ടിന്റെ കാപാലിയ ശക്തികളിൽ നിന്ന് ഒരു തലമുറയെ പിടിപ്പിച്ച് പിതാവിന്റെ കൈകളിൽ കൊടുക്കുന്ന അതിപ്രധാനമായ സംഭവങ്ങളാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന യേശു മശിഹ 3.5 വർഷം അതിശക്തമായ വിധത്തിൽ യേശുവിന്റെ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ ചെയ്യാനിടയായി. യെരൂശലേമിന്റെ തിരുവീഥികളിലൂടെ പിശാചിന്റെ അടിവേരുകളെ പിടിതുമാറ്റിക്കൊണ്ട് ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും സദുക്യന്മാരുടെയും മുഖം മൂടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് അരുമനാഥനായിരിക്കുന്ന ക്രിസ്തു പിശാചിന്റെ അവസാനത്തെ വേരും മനുഷ്യ കുലത്തിന്റെ അകതളത്തിൽ നിന്ന് പിഴുതുമാറ്റിക്കൊണ്ട് യേശുവിന്റെ ശുശ്രൂഷ ചെയ്തതായി നമുക്ക് വായിപ്പാൻ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഗലീല കടലിന്റെ കരയിൽ ഇരുന്നു കൊണ്ട് യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ യേശു പുറത്താക്കുന്നു, കുരുടന്മാരെ യേശു സൗഖ്യമാക്കുന്നു, നാനാവ്യാധിക്കാരെ യേശു സൗഖ്യമാക്കുന്നു. ഇതറിഞ്ഞവർ ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൂടിയിരിക്കുന്ന ഒരു സമയത്ത് യേശു പറയുകയാണ്, അതേ നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കൂട്ടം ജനത്തെ വിട്ടേച്ച് യേശു മറ്റൊരു സ്ഥലത്തേക്ക്, ഗബരവേശത്തേക്ക് പടക് തിരിയുന്ന ഒരു ഭാഗമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗം. ഇന്ന് രാത്രി ഞാനൊരു വെളിപ്പാട് പറയാം. നിന്റെ കണ്ണുനീരിനും നിന്റെ നിലവിളിക്കും നിന്റെ ഉപവാസത്തിനും നിന്റെ പ്രാർത്ഥനയ്ക്കും ഇന്ന് രാത്രിയിൽ ഗലീല കടലിൽ നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഗലീല കടലിന്റെ കരയിൽ നിന്ന് ഇന്ന് രാത്രി പടക് തിരിച്ച് നിലവിളിക്കുന്ന നിന്റെ അടുക്കലേക്ക്, കരയുന്ന നിന്റെ അടുക്കലേക്ക്, പ്രാർത്ഥിക്കുന്ന നിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രിയിൽ യേശു പടക് തിരിക്കുന്ന ഒരു രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുമ്പോൾ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിന്റെ കണ്ണുനീരിന് ഇന്ന് രാത്രി മറുപടിയുണ്ട്, നിന്റെ നിലവിളിക്ക് ഇന്ന് രാത്രി മറുപടിയുണ്ട്, നിന്റെ ഉപവാസത്തിന് ഇന്ന് രാത്രി മറുപടിയുണ്ട്. ഹല്ലേലൂയ. അവൻ ഗലീല കടലിന്റെ കരയിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ജനം വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു വിളിച്ചു പറഞ്ഞു, പത്രോസേ പടക് തിരിക്ക്. ഇന്ന് രാത്രി എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ആരുടെയൊക്കെയോ ജീവിതത്തിൽ
ദൈവത്തിന്റെ കരം ഇറങ്ങാൻ പോകുകയാണ്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ പടക് തിരിയാൻ പോകുകയാണ്. രണ്ടാമത്തെ രാത്രിയിൽ നിങ്ങൾ കുറിച്ചു വെച്ചോ, എനിക്ക് പുറകാലെ വരുന്നത് കരുത്തനും ശക്തനും പ്രഭാഷകനും അതിശക്തനായ ദൈവദാസനാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞങ്ങളിലൂടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. അവന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ ഇതിനകത്ത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ മിണ്ടാതിരുന്ന് കളയരുത്. അന്യഭാഷകളിൽ വാ തുറന്ന് ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നിന്റെ ആരാധനയ്ക്കകത്തൊരു വിടുതൽ വരുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു വിടുതൽ വരുവാൻ ആയിരക്കണക്കിന് ജനത്തിനെ വിട്ടേച്ച് ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് പടക് തിരിച്ചു വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ വിടുതൽ നിങ്ങൾ ഇരുന്ന് ആരാധിക്കുന്ന കസേരയുടെ അരികൽ തന്നെ ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഇന്ന് രാത്രി ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. ഒരു വെളിപ്പാട് ദൈവാത്മാവിൽ പറയാം. ശത്രു പോരാടുന്നത് ആരോടെന്നറിയാമോ? അക്കരെ പോകാൻ നിൽക്കുന്നവനോടാണ് പിശാചിന് പോരാടുന്നത്. ഒരിടത്ത് നിൽക്കുന്നവനോട് പിശാചിന് പോരാട്ടമില്ല. പുരോഗമനത്തിന്റെ പടവുകൾ താണ്ടി പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകളും തിരമാലകളും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പടക് തിരിക്കുന്നവനെയാണ് പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ. അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞ നിമിഷം പത്രോസും കൂട്ടരും ശിഷ്യന്മാര് പടക് വിരിച്ചു. ഗലീല കടലിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ഉഗ്രമായ ശക്തികൾ, ഉഗ്രമായ തിരമാലകൾ, ഉഗ്രമായ വെല്ലുവിളികൾ, ഉഗ്രമായ കടൽ ക്ഷോഭങ്ങൾ, കൊടുങ്കാറ്റുകൾ അവർക്ക് നേരെ ആഞ്ഞടിച്ചു. ഇന്ന് രാത്രി ഒരു വെളിപ്പാട് പറയാം. നീ എത്തിച്ചേരേണ്ട തുറമുഖത്ത് നീ എത്തിച്ചേരാതിരിപ്പാൻ, അവിടെ നിന്ന് നിന്നെ തകർക്കാൻ ഇന്ന് രാത്രി എഴുന്നേറ്റു വരുന്ന പൈശാചിക ശക്തിയുടെ അടിവേര് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി അഴിയുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഒരു പ്രവചന ദൂത് പറയാം. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത ഒരു തലത്തിലേക്ക് ഈ രാത്രി കാലെടുത്ത് വെച്ച നിന്നെ അക്കരെ നാട്ടിലെത്തിക്കുവാൻ നിന്റെ വിളിയും തിരഞ്ഞെടുപ്പിന്റെയും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ കാലുകുത്തിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നീ ചെല്ലേണ്ട സ്ഥലത്ത് നിന്ന് നിനക്ക് വിരോധമായി കടലിനെ ഇളക്കി കൊടുങ്കാറ്റായി ഈ രാത്രി നിന്റെ പടകിനെ തകർത്ത് കളയേണ്ടതിന്, നിന്റെ ലക്ഷ്യത്തെ തകർത്ത് കളയേണ്ടതിന് ഈ രാത്രി കയറി വരുന്ന ഇരുള് കരങ്ങളെ തട്ടി അല്പനിമിഷം ദൈവത്തെ ആരാധിക്കാം. ദക്ഷിണ മേഖല കൺവെൻഷൻ, ഹല്ലേലൂയ, അനേക പ്രതിസന്ധിയുടെ മടിവിലൂടെയാണ് ഈ യോഗം വിജയകരമായി തീർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പാസ്റ്റർ സനൽകുമാറിനെ നല്ലതുപോലെ അറിയാം. ഒരു വെളിപ്പാട് കിട്ടി താൻ കാലെടുത്ത് വെച്ചാൽ അത് പൂർത്തീകരിക്കാതെ പുറകോട്ട് പോകത്തില്ല. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഒരു വെളിപ്പാട് പറയാം. ദക്ഷിണ മേഖല കൺവെൻഷൻ എന്ന് പറയുന്ന ഓരോ സെക്ഷൻ ഞായറാഴ്ച തീരുന്നതുവരെയും ഈ ഗ്രൗണ്ടിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരും. കാലാകാലങ്ങളിൽ തെക്കൻ ഭാഗത്തുണ്ടാകുമെന്ന ഉണർവിനെ അടിച്ചമർത്തുവാൻ കാലനെ പോലെ കയറി വരുന്ന പോരിന്റെ അടിവേരുകള് ഇന്ന് രാത്രി പിഴുപറയുന്ന ഒരു പുത്രൻ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി കൃപയുടെ അധികാരത്തിൽ ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? ഒരു വെളിപ്പാട് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തോട്ട് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. തിരമാലകൾ കയറി, അവിടെ വായിക്കുന്നത് തിര തള്ളി കയറുക കൊണ്ട് പടക് മുങ്ങുമാറായി. ഏതാണ് ഈ കൊടുങ്കാറ്റ്? ഏതാണ് ഈ തിരമാല? ഏതാണ് ഈ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ഗബരദേശത്തിലെ കുടിയിരുപ്പിന്റെ ശക്തി, അവിടെ നിന്ന് ഇളകി വരുന്ന ശക്തി. അവനറിയാം നീ അവിടെ ചെന്നാൽ അവന്റെ കുഴിമാടം തകരുമെന്നറിയാം. അവനറിയാം നീ നിന്റെ തലമുറയും നിന്റെ സഭയും ആ തലത്തിൽ എത്തിച്ചേർന്നാൽ അവന്റെ ആധിപത്യത്തിന്റെ വേരുകൾ അഴിയുമെന്ന് പിശാചിന് അറിയാം. അവൻ കടലിളക്കി, തിരമാലകളെ ഇടക്കി, പ്രതിസന്ധികൾ കൊണ്ടുവന്നു പടകിനെ തകർക്കാൻ ശക്തിയോടുകൂടെ അവൻ എഴുന്നേറ്റു. പക്ഷേ യേശുവിനെ തട്ടി ഉണർത്തി. ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരയിൽ ഒരു വെളിപ്പാട് ഞാൻ ആത്മാവിൽ അങ്ങനെയുള്ളവരോട് ഞാൻ വിളിച്ചു പറയാം. എത്രയോ കൊല്ലം കൊണ്ട് നീ കാണുന്ന
സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ നിന്നെയും നിന്റെ തലമുറയെയും യാത്രയുടെ മധ്യത്തിൽ വെച്ച് പടകനെ മുക്കി നിന്റെ കൃപയെ തകർത്ത്, നിന്റെ കുടുംബത്തെ തകർത്ത്, നിന്റെ ശുശ്രൂഷയെ തകർത്ത്, നിന്റെ അഭിഷേകത്തെ മുടിച്ച് നീ ഗബരവേശത്തിൽ കാലുകുത്തിയാൽ ഭൂതങ്ങളുടെ നാട് ആമൻ വിടിവിക്കപ്പെടുമെന്ന് അറിയാമെന്ന ഇരുള് ഇന്ന് രാത്രിയിൽ കൃപ ലഭിച്ച ദൈവമൈവനെ നീ കുറിച്ചു വെച്ചോ. ഗലീല കടലിലെ പോരിനെ ജയിച്ചാൽ ആമേൻ ഗലീല കടലിന്റെ മറുകരയിൽ നിനക്ക് കാലുകുത്തുവാൻ കഴിയും. ഓ മനസിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു 26 പേരെ എന്നെ കാണിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിന് പ്രതിസന്ധിയെ വെല്ലുവിളിയെ ഇന്ന് രാത്രി ഗലീല കടലിൽ വെച്ച് തന്നെ ഇന്ന് രാത്രി നീ ജയിച്ച ആറാലുമൂട് പട്ടണത്തെ അടക്കി വാഴുന്ന കുടിയിരുപ്പിന്റെ കുഴിമാടത്തിന്റെ അടിവേരുകൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറുന്ന രാത്രി എന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ അതൂതേറ്റെടുക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ ഇവരകത്തുണ്ട്? ദൈവത്തിന്റെ പദ്ധതിയാണ്. ആറാലുമൂട് ചന്തക്കകത്ത്, ഈ ഗ്രൗണ്ടിനകത്ത് ഈ യോഗം ക്രമീകരിച്ചവന്റെ പിന്നിൽ ചില പ്രവചനങ്ങളുണ്ട്. കാലാകാലങ്ങളിൽ ആമേ ബഹുമാനപ്പെട്ട വരിയാപുരം യോനച്ചാനെന്നുള്ള കരുത്തന്മാരായ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളുണ്ട്. തെക്കിൽ നിന്ന് ഉണർവ് വരുന്നു. കാട്ടാക്കടയിൽ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല, കണ്ടലയിൽ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല, തിരുവനന്തപുരം പട്ടണത്തും കാഞ്ഞിരാൻകുളത്തും ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ട്? പിടിച്ചടക്കാൻ കഴിയാതെ വണ്ണം അവല് കെട്ടി, അരമനകൾ കെട്ടി, വെല്ലുവിളിച്ച് വാപിച്ച് പതിയിരിക്കുന്ന ബാലരാമപുരം, മാറാലുമൂട്, നെയ്യാറ്റിൻകര പട്ടണത്തിലെ ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ അസംബ്ലി സബ് കോഡിലെ കരുത്തന്മാർ, പ്രാർത്ഥനാ വീരന്മാർ, കരയുന്ന സഹോദരിമാർ, ഓ ഈന്തപ്പനയുടെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് 900 രഥം പൂട്ടി വരുന്ന ആമേൻ ദുഷ്ടശക്തിയുടെ സീസരയുടെ അടിവേര് വെട്ടാൻ, ചെന്നിക്കടിക്കാൻ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാര് അസംബ്ലി സബ് കോഡ് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ചില സ്ത്രീ രത്നങ്ങള് ദൈവം ഇവനകത്ത് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സഭ ദൈവത്തിൻ്റെതാണ്, സഭ ദൈവത്തിൻ്റെതാണ്, സഭ ദൈവത്തിൻ്റെതാണ്, സഭ ദൈവത്തിൻ്റെതാണ്, സഭ ദൈവത്തിൻ്റെതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. എന്താണ് സംഭവിച്ചത്? ഒരു കാര്യം വെളിപ്പെടുത്തി തരട്ടെ. ആമേൻ ഗലീല കടൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലത്തെ യേശുവിനെ തട്ടി ഉണർത്തി. യേശു എഴുന്നേറ്റു. ആരൊക്കെ ഇവനകത്ത് തട്ടി ഉണർത്തുന്നു? ഇവനകത്ത് എല്ലാവരും വേണ്ട, എല്ലാവരും വേണ്ട. ഒരാൾ തട്ടി ഉണർത്തിയാൽ മതി. 12 പേരും തട്ടി ഉണർത്തണ്ട. 12 പേര് ഒരാൾ ഇന്ന് രാത്രി തട്ടി ഉണർത്തിയാൽ യേശു എഴുന്നേൽക്കും, അഭിഷേകം എഴുന്നേൽക്കും, ദൈവകൃപ എഴുന്നേൽക്കും. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കടൽ അനങ്ങത്തില്ല, പിന്നെ കടൽ അനങ്ങത്തില്ല, തിരമാല പിന്നെ അനങ്ങത്തില്ല. കൽവറിയുടെ രക്തത്താൽ ജയം അന്നടങ്ങിയത് തന്നെ പിന്നെ ഇന്ന് വരെ അടങ്ങിയില്ല, ഇന്ന് വരെ പിന്നെ അനങ്ങിയിട്ടില്ല. അവർ തിരിച്ചു പോയപ്പോഴും പിന്നെ അനങ്ങിയിട്ടില്ല. നീ കുറിച്ചു വെച്ചോ, ഇപ്പോൾ അനങ്ങുന്ന ചിലത്, ഇളകുന്ന ചിലത് ഇന്ന് രാത്രി 9:30 മണിക്കകത്ത് വെച്ച് ദൈവം അതിനെ അടക്കും. നീ തിരിച്ചു ചെല്ലുമ്പോൾ പിന്നെ നീ അതിനെ കാണുകയില്ല, പിന്നെ ആ തിരമാല നീ കാണുകയില്ല. അടുത്ത വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ തിരിച്ചു ഗലിയിലേക്ക് പോയി, പിന്നെ തിരമാല ഇളകിയില്ല, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചില്ല. എന്തെന്നറിയാമോ? യേശു അടക്കിയാൽ അടക്കിയത് തന്നെ. ഗബരദേശത്തിൽ യേശു ചെന്നു. 6000 ഭൂതം പിടിച്ച ഒരുവൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്ന്, ചുരുക്കി പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കട്ടെ, യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്ന് യേശുവിനെ നമസ്കരിച്ചു. അടക്കേണ്ടതിന് നീ നേരത്തെ അടക്കിയാൽ പിന്നെ അടങ്ങിയ ശക്തി നിന്നെ നമസ്കരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് നിന്റെ കുടുംബത്തിന് എതിരായി നിൽക്കുന്ന പൈശാചിക ശക്തിയെ പ്രാർത്ഥനയുടെ വാളുകൊണ്ട്, ആരാധനയുടെ ശക്തി കൊണ്ട് അവന്റെ കോട്ടകളെയും അരമനകളെയും കൊത്തളങ്ങളെയും ഇന്ന് രാത്രി നീ അടക്കി കളഞ്ഞാൽ, നീ കുറിച്ചു വെച്ചോ, ഒക്ടോബർ മാസം തീരുന്നതിന് മുമ്പ്, ഈ മേഖലാ സമ്മേളനം തീരുന്നതിന് മുമ്പ് നിന്റെ തലയ്ക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന
ഇരിക്കുന്ന ചില ശക്തികൾ, അത് 6000 അല്ല, അത് 12,000 അല്ല, അത് എത്ര വലിയ ശക്തിയായാലും നിന്റെ മുന്നിൽ നമസ്കരിക്കും. ആർഷ ഭാരതമേ, യേശുവിന്റെ മുന്നിൽ സകല ശക്തികളും നമസ്കരിക്കപ്പെടും. വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അധിപതികളും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മ ശക്തികൾ യേശുവിന്റെ മുന്നിൽ നമസ്കരിക്കുമെങ്കിൽ, യേശുവിനെ വഹിക്കുന്ന, യേശുവിന്റെ ശക്തി ഏറ്റെടുക്കുന്ന നിന്റെ മുന്നിൽ യോശുവായോട് പറഞ്ഞതുപോലെ, യോശുവായേ, നിന്റെ നേരെ ഒരുവനും നിവർന്ന് നിൽക്കത്തില്ല, ഒരുവനും നിവർന്ന് നിൽക്കത്തില്ല. മോശയോട് കൂടെ ഇരുന്നതുപോലെ ദൈവം നിന്റെ കൂടെ ഇരിക്കും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഗബരവേശം എന്ന് പറയുന്നത് ചരിത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞ യാക്കോബിന്റെ സന്തതികളായ ഗാദ തുടങ്ങിയ അവയെ ഗോത്രങ്ങൾക്ക് കൊടുത്തത്, മനശ്ശെ പകുതി ഉൾപ്പെടെയുള്ള ഗോത്രങ്ങൾ കൊടുത്തതാണ്. അവരനുഭവിച്ച നന്മയും വിടുതലും അനുഗ്രഹങ്ങളും ഉയർച്ചകളും പ്രാപിച്ച ദേശമാണ്. പിന്നത്തെ ജാതീയ ശക്തികൾ ആ പട്ടണത്തെ കീഴ്മേലും മറിച്ചു, ഭൂതങ്ങളുടെ നാടായി മാറി. ഇന്ന് രാത്രി ഒരു വെളിപ്പാട് പറയാം. ആമേൻ. ഞാൻ ഒന്നുകൂടി പറയാം. രാവിലെ ആമേൻ അമേരിക്കയിൽ നിന്ന് വന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ തൊട്ടു. നഷ്ടപ്പെട്ടതിന് ഈ സമ്മേളനത്തോടുകൂടെ നമ്മൾ തിരിച്ചു പിടിക്കും. ദക്ഷിണ മേഖലയ്ക്ക് നഷ്ടപ്പെട്ട ആത്മീക അഭിവൃദ്ധിയും ഐക്യതയും സ്നേഹവും ഒരു മനയും കൃപയുടെ മണ്ഡലത്തിൽ ഒരു തലമുറ എഴുന്നേറ്റ് വരാതെ അതിനെ മുളയിലെ നുള്ളുന്ന ശൗലം ഇന്ന് രാത്രി നിന്നെ തകർത്തുകൊണ്ടൊരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? തെക്കന് നിന്നൊരു ഉണർവ് വരുന്നത് അസംബ്ലി സഗോഡിനകത്ത് നിന്ന്, അതിന്റെ തലമുറകളിൽ നിന്ന്, അതിന്റെ യുവാക്കളിൽ നിന്ന് ഒരു തലമുറ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ അത് ഏറ്റെടുത്ത് ആരാധിക്കുന്ന എത്ര പേര് വരകത്തുണ്ട്? ഓ റഭസഥാനാസിയാന, കൽവറിയുടെ രക്തത്താൽ ജയം. ആ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വിടുന്നു. 1-2 കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുവിന്റെ പാദപീഠത്തിൽ ഭൂതഗ്രസ്തം വന്ന് മുഴങ്കാലും അടക്കുകയാണ്. ആമേൻ. 6000 ഭൂതങ്ങളാണ് അവന്റെ ശരീരത്തിലുള്ളത്. ആമേൻ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 2 ശക്തികൾ ഇരിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നുവല്ലോ. യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി, എന്റെ നിത്യതയ്ക്കായി യേശു കാൽവറിയിൽ പച്ചഭയമര കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളിൽ യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. എന്നെ ചേർപ്പാൻ മധ്യാകാശത്തിൽ വീണ്ടും വരുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് മുഴുവൻ സ്നാനം യേശു സ്വീകരിച്ചതുപോലെ, യേശു മാതൃക കാട്ടിയതുപോലെ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവന്റെ ശരീരത്തിൽ ഇരിക്കുന്നത് പിശാചല്ല, സാത്താനല്ല. ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പീലാത്തോസിന്റെ മുദ്രയെ പൊട്ടിച്ചവൻ, മരണത്തെ ജയിച്ചവൻ. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശു ക്രിസ്തുവാണ് നിന്റെ അകത്തിരിക്കുന്നത്. നിന്റെ അകത്തിരിക്കുന്നവർ ചാത്തവനല്ല, നിന്റെ അകത്തിരിക്കുന്നവർ റീത്ത് വെച്ച ഡെഡ് ബോഡി അല്ല, നിന്റെ അകത്തിരിക്കുന്നത് സെമിത്തേരി കിടക്കുന്ന ശവങ്ങളല്ല. നിന്റെ അകത്തിരിക്കുന്നത് സമാധിയെടുത്ത് പുഴുത്തതല്ല. നിന്റെ അകത്തിരിക്കുന്നത് സാത്താന്റെ തലയെ തകർത്ത് പീലാത്തോസിന്റെ മുദ്രയെ പൊട്ടിച്ച് കല്ലറയെ തുറന്ന് ഉയർപ്പെഴുന്നേറ്റവൻ. പോരാ, കരങ്ങളെ തട്ടി ആത്മമണ്ഡലത്തിൽ ഓ റബസഥമനായ ആരൊക്കെയോ ദൈവം തൊടുകയാണ്. ആരൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നു, ആരൊക്കെയോ ദൈവാത്മാവ് തൊടുന്നു, ആരൊക്കെയോ ദൈവാത്മാവ് തൊടുന്നു, ആരൊക്കെയോ ദൈവാത്മാവ് തൊടുന്നു. ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. നമ്മയോട് അവനെ ചങ്ങല കൊണ്ട് കെട്ടി, അവൻ തന്നെ കല്ലുകൊണ്ട് നെറ്റിയിലിടിക്കും, രക്തം ഊറ്റിക്കുടിക്കും. അവൻ കല്ലറയിലാ കിടക്കുന്ന. ചുരുക്കി ഞാനങ്ങ് പറയാം. അവസാനം ആമേൻ അവന്റെ കയ്യെ ചങ്ങല കൊണ്ട് കെട്ടി, അതിനെ അവൻ പൊട്ടിച്ചു കളയും. കയറ് കൊണ്ട് കെട്ടും, അത് പൊട്ടിച്ചു കളയും. അവന്റെ ബന്ധനം മാറുവാൻ പിശാചിന്റെ കെട്ടു
വിട്ടുമാറുവാൻ ആയിരക്കണക്കിന് ഹോമക്കുടികളും ആയിരക്കണക്കിന് മന്ത്രവാദികളും ആയിരക്കണക്കിന് ക്രായും കോഴിയും അറുത്തു. പക്ഷേ അവന്റെ ബന്ധനം അഴിഞ്ഞില്ല. അവസാനം സുബോധം വരുമ്പോൾ അവൻ ചോദിക്കും, എന്റെ കല്ല് കൊണ്ട് ഇടിച്ചപ്പോൾ, ഞാൻ നെറ്റിയിൽ ഇടിച്ചപ്പോൾ, രക്തം കുടിച്ചപ്പോൾ എന്റെ കയ്യിൽ നിങ്ങൾ ചങ്ങല കൊണ്ട് കെട്ടാത്തതെന്ത്? അപ്പോൾ അവന്റെ മാതാപിതാക്കളും ബന്ധുക്കാരും ചാർച്ചക്കാരും സമൂഹവും പറയും, ചങ്ങല കൊണ്ടും കയറ് കൊണ്ടും, ആനയെ കെട്ടുന്ന കയറും ചങ്ങലയും കൊണ്ട് നിന്നെ കെട്ടി. പക്ഷേ നിന്റെ അകത്തിരിക്കുന്ന ഭൂതശക്തി അതെല്ലാം പൊട്ടിച്ച് ദൂരക്കളയും. തീർന്നില്ല, നിന്റെ ബന്ധനം അഴിയാം. ഈ 6000 ഭൂതങ്ങളിൽ നിന്ന് നിനക്കൊരു വിടുതൽ വരാൻ ആയിരക്കണക്കിന് ഹോമക്കുഴികൾ, ആയിരക്കണക്കിന് മന്ത്രവാദങ്ങൾ, ആഭിചാര ക്രിയകൾ നിനക്ക് വേണ്ടി ചെയ്തു. പക്ഷേ ഒരു വിടുതലും ഉണ്ടായില്ല എന്നവൻ കേട്ടപ്പോൾ അവനൊരു ചോദ്യം ചോദിക്കൂ, ഈ ചങ്ങലയ്ക്ക് എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ലേ? ഇല്ല. ഈ വടത്തിന് നിന്നെ എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ലേ? ഇല്ല. ഈ ഹോമക്കുഴിക്കും മന്ത്രവാദത്തിനും ആഭിചാര ശക്തികൾക്കൊന്നും എന്റെ അകത്തിരിക്കുന്ന ഈ ഭൂതാത്മാവിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങ് ഗലീല കടലിന്റെ അക്കരെ കരയിൽ ഒരു ശബ്ദം അവന്റെ കർണപുടത്തിൽ അടിച്ചു. യേശു അത്ഭുതങ്ങളുടെ ദൈവം, യേശു അടയാളങ്ങളുടെ ദൈവം. ലാസർ വിളിച്ചു പറയുന്നു, ഞാൻ നാറ്റം വെച്ചവനായിരുന്നു, യേശു എന്നെ ഉയർപ്പിച്ചു. 9 ഭൂതം പിടിച്ച മദ്ദലക്കാരത്തി മറിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഭൂതം പിടിച്ചവളായിരുന്നു, യേശു എന്നെ വിടുവിച്ചു. അങ്ങക്കരക്കരയിൽ അന്നത്തെ സന്ധ്യയിൽ അവിടെ നടക്കും അത്ഭുതങ്ങൾ. ഇക്കര കരയിൽ ഇരുന്നു കൊണ്ട് അവന്റെ കർണപുടത്തിൽ അടിച്ചപ്പോൾ അവൻ ഒരു വിളി വിളിച്ചു, യേശുവേ. ആയിരക്കണക്കിന് ആൾക്കാര് ഗലീല കടലിന്റെ കരയിൽ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന യേശു ഗലീല കടലിന്റെ അക്കരെ കരയിലെ ഗബരവേശത്തിരുന്നു കൊണ്ട് ഒരുത്തൻ വിളിക്കുന്ന വിളി യേശുവിന്റെ കാവിലെത്തിയതും പത്രോസിനോടും ആമേ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, പത്രോസേ, പടക് തിരിയടാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചങ്ങലയ്ക്കും വടത്തിനും മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ആമേ പുണ്യ പ്രവർത്തികൾക്കും നിന്റെ ബന്ധനങ്ങളും നിന്റെ കുടുംബത്തിന്റെ വിടുതലും നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ആമേൻ സാധ്യമല്ലാതെ വന്നെങ്കിൽ ഇന്ന് രാത്രി ആരറിൽ വിളിക്കുന്ന നിന്റെ വിളിയുടെ മുന്നിൽ ഇന്ന് രാത്രി പടക തിരിച്ച് പ്രതികൂലങ്ങളെ വെട്ടി നിരത്തി ഇന്ന് രാത്രി നീ നിൽക്കുന്ന ഇടത്തു വന്ന് നിന്റെ ശരീരത്തിൽ വ്യാപരിച്ച് നിന്റെ വീട്ടിൽ കിടത്താതെ നിന്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ ഇന്ന് രാത്രി ഈ ശവപ്പറമ്പിലേക്ക് വലിച്ചെറിയുന്ന നിന്നെ വിടുവിപ്പാ ഇന്ന് രാത്രി യേശു മശിഹ ആറാലുമൂട് പട്ടണമേ, ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആ കെട്ടുന്ന രാത്രിയിൽ ദൈവം അഴിക്കാൻ പോകുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. 6000 ഭൂതങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറി. അധിനിവേശ ശക്തികളാൽ വെല്ലുവിളിച്ച റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന പന്നികളുടെ അടിവേരനെ വെട്ടിമാറ്റിക്കൊണ്ട് ദുരാത്മാക്കൾ പന്നികളിലേക്ക് പ്രവേശിച്ച് ഒരു മനുഷ്യനെ വിടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി ആറാലമൂട് ബാലരാപുരം നെയ്യാറ്റിൻകര പട്ടണത്തെ അടക്കി വാഴുന്ന ദുരാത്മാവിന്റെ അവസാനത്തെ കണ്ണിയും ഈ രാത്രിയിൽ പോരാ പോരാ കൃപ ലഭിച്ച ദൈവമക്കൾ ശക്തിയോടെ 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 നിങ്ങൾ കുറിച്ചു വെച്ചോ, നിങ്ങൾ കുറിച്ചു വെച്ചോ. ദക്ഷിണ മേഖലയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സകല സഭകളിലും ഈ സമ്മേളനം കഴിയുമ്പോൾ ജനം വന്നു കയറും. ഒത്തൊരുമയോടും ഐക്യമയോടും സ്നേഹത്തോടും രാഷ്ട്രീയ കളത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ അടിവേരുകളെ വെട്ടിമാറ്റിക്കൊണ്ട് കൈകൾ കോർത്തു പിടിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സമൂഹമേ നമുക്കൊന്നിച്ച് ലഗ്യോന്റെ പട്ടണങ്ങളെ തുരത്തി ഓട്ടിച്ച് ദേശങ്ങളെ പിടിച്ചടക്കാൻ ദൈവം നമ്മുടെ മേൽ ഒരു കൃപ പകരട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് യേസ് 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 യേസ്.